വെൽക്കം ബാക്ക് ടു ആർക്കൈനെക്സ്. സോ SCRT മാതൃകാ ചോദ്യപേപ്പറിൽ നിന്നും ഇത്തവണ ക്രിസ്മസ് എക്സാമിന് ഗ്യാസ് ലോസിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം മക്കൾ അറിയേണ്ടത് ഓണം എക്സാമിന് മാതൃകാ ചോദ്യപേപ്പറിൽ നിന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. സോ ക്രിസ്മസ് എക്സാമിന് നമുക്കത് പ്രതീക്ഷിക്കാം. മക്കൾ ഇതാണ് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ, വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി, ഏത് ഗ്യാസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് ചോദ്യം. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയവും കൂടുകയാണ്. ടെമ്പറേച്ചറും വോളിയവും നേർ അനുപാതത്തിലായിക്കൊണ്ടുള്ള ഗ്രാഫാണ് അല്ലെ. ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ ആണ്, അതേപോലെ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ആണ്. വോളിയം കൂടുന്തോറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ. വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏത് വാതക നിയമമാണ്? ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടിയാൽ വ്യാപ്തം കൂടുന്നു, ഊഷ്മാവ് കൂടുന്ന സമയത്ത് വ്യാപ്തം കൂടുന്നു. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. യെസ്. അപ്പോ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് മക്കളെ. ചാൾസ് ലോ ആണ് ഇവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചാൾസ് ലോ ആണ്, ചാൾസ് നിയമമാണ്. അപ്പൊ ആദ്യത്തേത് ഒരു മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അടിച്ചെടുത്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ഒരു ന്യൂമറിക്കൽ ആണ്. ന്യൂമറിക്കൽ ഇതാണ്, ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസസ്, ആ ഗ്യാസിന്റെ വോളിയം തന്നിട്ടുണ്ട്. അങ്ങോട്ട് എഴുതാം. 150 ലിറ്ററിൽ 300 കെൽവിൻ അല്ലേ. 300 കെൽവിനിൽ 150 ലിറ്റർ. ആദ്യത്തെ വോളിയം V1, ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് 150 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. T1 300 കെൽവിൻ. അതേപോലെ ടെമ്പറേച്ചർ, ആദ്യത്തെ ടെമ്പറേച്ചർ T1 ആണ്, 300 കെൽവിൻ തന്നിട്ടുണ്ട്. സോ T1 is equal to 300 കെൽവിൻ. ആ ടെമ്പറേച്ചർ 600 കെൽവിനിലാക്കി കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്. അപ്പൊ രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആദ്യത്തേത് 300 കെൽവിൻ, രണ്ടാമത്തേത് 600 കെൽവിൻ ആണ്. രണ്ടാമത്തെ വോളിയം, രണ്ടാമത്തെ വോളിയം V2 ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് 300 കെൽവിനിൽ ഒരു ഗ്യാസിന്റെ വ്യാപ്തം 150 ലിറ്റർ ആണെങ്കിൽ അതിന്റെ ഊഷ്മാവ് 600 കെൽവിനിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ വ്യാപ്തം എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ എന്താണ് മക്കളെ? V1/T1 is equal to V2/T2. ഇനി നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ V1 into T2, V1 into T2 is equal to V2 into T1 എന്ന് എഴുതണം. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറിയണം. 150 ലിറ്റർ. V1 ഉണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2 ഇവിടെ എവിടെയാ? V2 ഇവിടെയാ കിടക്കുന്നത്. സോ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ തൊടാൻ പാടില്ല നിങ്ങൾ. V2 is equal to V1 T2 ആൻഡ് ഈ T1 എവിടെ പോകും? ഇങ്ങോട്ടേക്ക് വരുമ്പോ ഡിനോമിനേറ്ററിൽ വരും T1. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T1 എത്ര? 150 ആണ് V1. T1 300. T2 എത്രയാണ്? T2 600 ഡിവൈഡഡ് ബൈ 300. T1 300. ആൻസർ കിട്ടാ 300. എത്രയാ കിട്ടുക? 152 യെസ്. അപ്പൊ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 300 ലിറ്റർ. ടെമ്പറേച്ചർ ഡബിൾ ആയി കഴിഞ്ഞാൽ വോളിയം ഡബിൾ ആവുന്നു. ടെമ്പറേച്ചർ 150, 300 കെൽവിനിൽ ടെമ്പറേച്ചർ 150 ലിറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചർ ഡബിൾ ആക്കി 600 കെൽവിൻ ആക്കി ഉയർത്തി, ഊഷ്മാവ് 600 കെൽവിൻ ആക്കി ഉയർത്തിയപ്പം വോളിയം എന്തായത്? ഡബിൾ ചെയ്തു. വോളിയം 150 നിന്ന് 300 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ആപ്റ്റി പറഞ്ഞ പോലെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 10 liter of oxygen at constant temperature and pressure contain X molecules. Yes. അത് എന്തൊക്കെയാ തന്നിരിക്കുന്നത് എഴുതാം അല്ലെ. 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ ലിറ്റർ വോളിയം, വ്യാപ്തത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ വോളിയം ആണ് തന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു ഗ്യാസിന് 10 ലിറ്റർ വോളിയം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്സിജൻ ഗ്യാസിന് 10 ലിറ്റർ വോളിയം ഉണ്ടെന്നാ പറയുന്നത്. ഇവിടെ രണ്ട് ടേമുകളാണ് മക്കളെ കോൺസ്റ്റന്റ് ആക്കി, സ്ഥിരമാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് പ്രഷർ ആണ്, രണ്ടാമത്തേത് എന്താണ്? ടെമ്പറേച്ചർ. അപ്പൊ പിയും ടിയും കോൺസ്റ്റന്റ് ആണ്. പിയും ടിയും എന്താണ്? പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. തന്നിരിക്കുന്നത് ഒന്ന് വോളിയം, വ്യാപ്തമാണ്. രണ്ടാമത്തേത് മോളിക്യൂൾസിന്റെ എണ്ണം N തന്നിട്ടുണ്ട്. X മോളിക്യൂൾസ് പ്രസന്റ് ആണ് ആ ഗ്യാസിൽ. X മോളിക്യൂൾ 10 ലിറ്ററിൽ X മോളിക്യൂൾ ഇങ്ങനെ പഠിക്കണു. 10 ലിറ്ററിൽ X മോളിക്യൂൾ പ്രസന്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ മക്കളെ സ്ഥിരമായിട്ടുള്ളത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ടെമ്പറേച്ചറും പ്രഷറും. ആര് തമ്മിലുള്ള റിലേഷൻ? ആ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും. അത് ഏത് ലോ ആണ്? ഏത് ലോ ആണ്? അവോഗാഡ്രോസ് ലോ ആണ്. അപ്പൊ നിങ്ങൾക്ക് 3 എണ്ണേ പഠിക്കാനുള്ളൂ. ചാൾസ് ലോ ഉണ്ട്, ബോയ്ൽസ് ലോ ഉണ്ട്, അവോഗാഡ്രോസ് ലോ ഉണ്ട്. അപ്പൊ അവോഗാഡ്രോസ് ലോ അനുസരിച്ചുള്ള ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. ഇനി ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? 10 ലിറ്റർ ഓക്സിജനില് X മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 ലിറ്റർ ഓക്സിജനില് X മോളിക്യൂൾസ് പ്രസന്റ് ആണ്. അതിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം ഇതാണ്, how many molecules are there in 5 liter of hydrogen under the same condition? ഓക്സിജൻ ഏത് കണ്ടീഷനിലാണോ ഇരിക്കുന്നത് അതേ കണ്ടീഷനിൽ തന്നെയാണ് ഹൈഡ്രജൻ. അതായത് പ്രഷർ അവിടെ കോൺസ്റ്റന്റ് ആണ്,
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇതേപോലെ രണ്ടുപേരും ഒരേ കണ്ടീഷനിൽ ഇരിക്കുന്ന രണ്ട് വാതകം. 10 ലിറ്ററിന് വോളിയം 5 ലിറ്റർ ആയി മാറ്റിയിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസിന്റെ അളവാതേക്കണം പകുതി ആയിട്ടുണ്ടാവില്ലേ? വോളിയം 10 ലിറ്ററിന് 5 ലിറ്റർ ആക്കി മാറ്റി തീർച്ചയായും മോളിക്യൂളിന്റെ എണ്ണ എന്തായിരിക്കും? പകുതിയാവും. വോളിയം മോളിക്യൂളിന്റെ നമ്പർ ഓഫ് ഡയറക്ട്ലി പ്രൊപ്പല്ലർ. ഒന്നുമില്ല മക്കളെ, നോക്കോ 10 ലിറ്ററിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? എക്സ് മോളിക്യൂൾസ് ആണ്. 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ 10ന്റെ പകുതിയാക്കി നമ്മള് 10ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ആക്കി. അപ്പൊ എക്സിന്റെ പകുതി എത്രയാ? x/2 അല്ലെങ്കിൽ 1/2 × x 0.5 മോളിക്യൂൾസ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇവര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാർട്ടി. ഇവരൊരു ചോദ്യം ചോദിക്കുക, എന്താ ഈ പറഞ്ഞിരിക്കുന്നത് ഓക്സിജന്റെ കാര്യ, ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ആരുടെ കാര്യ? ഹൈഡ്രജന്റെ കാര്യ. STPയിൽ ഏത് ഗ്യാസിന്റെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾ, ഓക്സിജൻ ആവാം, ഹൈഡ്രജൻ ആവാം, നൈട്രജൻ ആവാം, എന്തോ ആയിക്കോട്ടെ, STPയിൽ ഏത് ഗ്യാസിന്റെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗ്യാസ് എന്നുള്ള പ്രശ്നമല്ല. മക്കളെ ക്ലിയർ ആണ്? രണ്ടുപേരും സെയിം കണ്ടീഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓക്സിജൻ എടുത്താലും ഹൈഡ്രജൻ എടുത്താലും 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾസ് ആണുള്ളത്, 5 ലിറ്ററിൽ x/2 മോളിക്യൂൾസ് ആണുള്ളത്, പകുതിയാണുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ 3x മോളിക്യൂൾസിന്റെ വോളിയം ആ ചോദിച്ചിരിക്കുന്നത്. അതും സെയിം ആണ്. അപ്പൊ എക്സ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ. അപ്പൊ 3xന്റെ വോളിയമോ 30 ലിറ്റർ. ഒരു പെന്നിന്റെ വില 10 രൂപ. അങ്ങനെയാണെങ്കിൽ 3 പേനയുടെ വില എങ്ങനെ? 30 രൂപ. 3 × 10 30. സിമ്പിൾ, ഈസി ആണ് മക്കളെ. അപ്പൊ 20ന്റെ 2x ആണ് ചോദിച്ചിരുന്നതെങ്കിലോ 20 ലിറ്റർ. 4x ആണെങ്കിലോ 40 ലിറ്റർ. 50x ആണെങ്കിലോ 5x ആണെങ്കിൽ 50 ലിറ്റർ. അപ്പൊ 2 ചോദ്യങ്ങളാണ്. ഇതുപോലെ ഒരുപാട് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മാതൃകാ ചോദ്യം. പക്ഷെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണ്, ക്വസ്റ്റ്യൻ ഒക്കെ ഈസിയാണ്, പക്ഷെ എന്ത് ചെയ്യാ, അത് അനലൈസ് ചെയ്ത് പഠിക്കണം എന്ന് മാത്രം. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. വീണ്ടും കാണാം. ബൈ.